Hello friends, welcome to SAT, St. Augustine Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ചാപ്റ്റർ സൗണ്ട് ശബ്ദം എന്ന ചാപ്റ്ററാണ്. പ്രധാനപ്പെട്ട ആശയങ്ങൾ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ഇൻ ദിസ് ലെസൺ ആർ വാട്ട് ഈസ് സൗണ്ട്, എന്താണ് ശബ്ദം, ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്, ശബ്ദം എങ്ങനെയാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്, ഒരു ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഡോപ്ലർ എഫക്റ്റ്, എന്താണ് ഡോപ്ലർ എഫക്റ്റ്, റെസൊണൻസ് ആൻഡ് ബേസ്, ദെൻ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി, ശബ്ദത്തിന്റെ നമുക്ക് കേൾക്കാനുള്ള പരിധി, അൾട്രാസോണിക് സൗണ്ട് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, അൾട്രാസോണിക് സൗണ്ടും അതിന്റെ ആപ്ലിക്കേഷൻസും, ദെൻ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ പ്രതിപതനം, ശബ്ദത്തിന്റെ. ഇത്തരം ആശയങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ പാർട്ട് 1, വാട്ട് ഈസ് സൗണ്ട്. ഓക്കെ, സോ ശബ്ദത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഫിസിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് വാട്ട് ഈസ് സൗണ്ട് ആക്ച്വലി, ശരിക്കും സൗണ്ട് ഈസ് എ എനർജി, ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് വാട്ട് ഈസ് സൗണ്ട്, സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി, അതിനകത്ത് തർക്കില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ സാറ് നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു ചെവിയിലൂടെ. ഒരു സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിസീവർ ഉണ്ട് അല്ലേ? നിങ്ങളുടെ ചെവിയിലൂടെ സൗണ്ട് പാസ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിലെത്തും. ബ്രെയിനിൽ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും, സെറിബ്രം, ഇറ്റ് റെക്കഗ്നൈസ് ദ സൗണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെവി, എയറിലെ പിന്നെ റിസീവ് ദ സൗണ്ട് വേവ്സ് ആൻഡ് ദ സൗണ്ട് വേവ്സ് പാസസ് ത്രൂ ഓഡിറ്ററി കനാൽ, എന്താണ് ഈ കർണനാളത്തിലൂടെ കടന്നുപോയി ഇറ്റ് വൈബ്രേറ്റ്സ്, എന്താണ് ടിംപാനിക് മെംബ്രെയിൻ, അല്ലെങ്കിൽ എന്താ പറയാ ഇയർ ഡ്രം, ആൻഡ് ദിസ് വൈബ്രേഷൻ പാസസ് ത്രൂ മാലിയസ്, ദെൻ മാലിയസ് കഴിഞ്ഞാൽ ഇംഗസ്, ദെൻ സ്റ്റേപ്പിസ്, സ്റ്റേപ്പിസിലൂടെ അത് എന്താണ് കോക്ലിയയിൽ എത്തുന്നു. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട് കോക്ലിയ. ദെൻ കോക്ലിയയിൽ നിന്ന് ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പോർഷൻ സെറിബ്രം റെക്കഗ്നൈസ് ദ സൗണ്ട്സ്, സൗണ്ടിനെ തിരിച്ചറിയും. ഓക്കെ, അപ്പോൾ സൗണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ ഒരാളൊരു വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ സൗണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇയാൾ കേൾക്കുന്നുണ്ട്, ഇയാള് എല്ലാവരും സൗണ്ട് കേൾക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ എന്താ എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ സൗണ്ട്, എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരൊക്കെ കേൾക്കുന്നത്, എങ്ങനെ സൗണ്ട് ഇവിടെ നിന്നും ഇവരെ ചെവിട്ടിലെത്തി, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സൗണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് സൗണ്ട് എന്നാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് 4 മണിക്കൊക്കെ നമ്മൾ അലാറം വയ്ക്കാറുണ്ട് അല്ലേ? അപ്പോൾ അലാറത്തിന്റെ സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ചിലപ്പോൾ എന്താണ് കിളികളൊക്കെ ആയിരിക്കും, രാവിലെ നല്ല കിളികളുടെ സൗണ്ട് ഒക്കെ ഇട്ട് നമ്മൾ എഴുന്നേൽക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഇലക്ട്രിക് ബെല്ലാണ് സ്കൂളിൽ, പണ്ടൊക്കെ സ്കൂളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന എന്താണ് ബെല്ലാണ്. ഇപ്പോൾ ബെല്ലിങ്ങനെ അടിക്കുമ്പോൾ എന്താണ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ സ്കൂള് തുടങ്ങുമ്പോഴും അതുപോലെ സ്കൂളിൽ ഇന്റർവെല്ലിന്റെ സമയത്ത് ബെല്ലടിക്കും, ഉച്ചയ്ക്ക് ഊണ്, നമുക്ക് ഓരോ ബെല്ല് കേട്ടാൽ അറിയാം. ഇതൊക്കെ ഒരു പഴയ ഓർമ്മയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബെല്ലുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ബെല്ല്, അതിൽ നിന്ന് സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ്, കീബോർഡ്, അതുപോലെ ഡ്രംസ്, ക്ലാർനെറ്റ്, ഗിറ്റാർ, വയലിൻ, അങ്ങനെ എന്താണ് ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതിൽ നിന്നൊക്കെ എന്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് സൗണ്ട്, എന്താണ് ശബ്ദം, എങ്ങനെയാണ് ശബ്ദം ഉണ്ടാവുന്നത്? ഓക്കെ,
വാട്ട് പ്രൊഡ്യൂസസ് സൗണ്ട്? സൗണ്ട് എന്താണെന്ന് വെച്ചാൽ സൗണ്ട് എന്തുണ്ടാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിഞ്ഞാൽ മതി അല്ലേ. സൗണ്ട് എങ്ങനെയാ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സൗണ്ട് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. സൗണ്ട് ഉണ്ടാവുന്നത് വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ സ്കൂളിലെ ബെല്ല് തൂക്കിയിടുന്നത്, അപ്പം നമ്മളിവിടെ ഒന്ന് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബെല്ല് അങ്ങോട്ടും പോവും, ബാക്കിലേക്കും പോവും, തിരിച്ചും വരും അല്ലേ. സോ ഇറ്റ് ഇസ് എ വൈബ്രേഷൻ. അതൊരു വൈബ്രേഷൻ ആണ്, കമ്പനമാണ്. നിങ്ങളൊരു നാണയം, സപ്പോസ് 1 രൂപയുടെ നാണയം നിലത്തേക്ക് ഇടുക, എന്ത് സംഭവിക്കും? ടിക് 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 സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ നാണയം നിലത്ത് വീണപ്പോൾ അത് മുകളിലേക്കും താഴേക്കും എന്താണ് ഒന്ന് അനങ്ങി അല്ലേ. അതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുക. അതായത് ഒരാൾ മുന്നോട്ടായിരുന്നു, അപ്പോൾ തന്നെ ബാക്കിലേക്ക് വരുന്നു. ദിസ് ഈസ് ടു, മുന്നോട്ട്, ദെൻ ഫ്രോ, ബാക്ക്വേർഡ്. അതായത് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇതാണ് വൈബ്രേഷൻ. മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ. ഇറ്റ് ഈസ് വൈബ്രേഷൻ. സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. വസ്തുക്കൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ആ സൗണ്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബോംബിട്ട, ആ സൗണ്ട് കൊണ്ട് എന്താണ് അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ പൊട്ടിപ്പോവും ഇല്ലേ. അല്ലെങ്കിൽ ഗുണ്ട് പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ കെട്ടിടങ്ങൾക്ക് എന്താണ് വിള്ളലുകളൊക്കെ എന്താണ് വീഴാറുണ്ട്. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി and the sound is produced by vibration of objects. So the question is, what is our vibration? What is vibration? Vibration means a rapid to and fro motion of objects. Rapid means വളരെ പെട്ടെന്ന് മുന്നിലേക്കും പിന്നിലേക്കുമുള്ള ഒബ്ജക്ട്സിന്റെ എന്താണ് ചലനമാണ് എന്ത് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബെല്ലടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ മണി എന്താണ് ഫ്രണ്ടിലേക്ക് പോവും, അതുപോലെ എന്താണ് ഇങ്ങോട്ടും പോവും അല്ലേ. പെട്ടെന്നായിരിക്കും അത്. അപ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് വൈബ്രേഷൻ. വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് സൗണ്ട് ആൻഡ് ദ റാപ്പിഡ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് വൈബ്രേഷൻ. ക്ലിയർ? വളരെ പെട്ടെന്ന് മുന്നിലേക്കും പിന്നിലേക്കും വസ്തുക്കൾ ചലിക്കുന്നതിനെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. അങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? സൗണ്ട് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എടുക്കുക. ഇപ്പോൾ 1 രൂപ നമ്മൾ താഴേക്ക് ഇട്ടു. ഈ താഴേക്ക് ഇടുന്ന 1 രൂപ എന്താണ് നിന്ന് കഴിയുമ്പോൾ, അതായത് എൻ്റെ ചലനം നിന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കില്ല? വൈബ്രേഷൻ നിന്ന് കഴിയുമ്പോൾ നോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഈ ബെല്ലിങ്ങനെ വെറുതെ തൂക്കിയിട്ടാൽ സൗണ്ട് ഉണ്ടാവുമോ? ഇല്ല. നമ്മളത് വെച്ച് അടിക്കണം അല്ലേ. അപ്പോൾ അതിനെ കമ്പനം ചെയ്താലേ സൗണ്ട് ഉള്ളൂ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഗിറ്റാർ ഉണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് ഒരു ഗിറ്റാർ, നിങ്ങളുടെ കയ്യിൽ ഒരു ഗിറ്റാർ ഉണ്ടെന്നായിരിക്കും. ഓക്കെ, ഗിറ്റാറാണെന്ന് വിചാരിക്കാം. ഈ ഗിറ്റാർ നിങ്ങൾ വെറുതെ മേശപ്പുറത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നിങ്ങൾ അതിന്മേലുള്ള ആ കമ്പികൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ചലിപ്പിക്കണം. അപ്പോഴാണ് എന്തുണ്ടാവുക? സൗണ്ട് ഉണ്ടാവുക. സോ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നത്? നമ്മുടെ ഇവിടെ ഈ തൊണ്ടയിലുള്ള വോയിസ് ബോക്സ്, ഇവിടെയുള്ള ലെനിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ വോക്കൽ കോൾ. അത് കമ്പനം ചെയ്യുമ്പോഴാണ് ഇതുണ്ടാവുന്നത്, സൗണ്ട് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ കൈയൊന്ന് ഈ തൊണ്ടയിൽ നിന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണത് കാണാം. അപ്പോൾ അങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ നോ വൈബ്രേഷൻ, നോ സൗണ്ട്. വൈബ്രേഷൻ ഇല്ല, സൗണ്ട് ഇല്ല. നിങ്ങൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെറുതെ ഒരു ഗിറ്റാർ വെച്ചാൽ സൗണ്ട് ഇല്ല. വെറുതെ മണിയിനെ തൂക്കിയിട്ടാൽ സൗണ്ട് ഇല്ല. സോ വൈബ്രേഷൻ സംഭവിക്കണം, എന്നാൽ എന്തുള്ളൂ? സൗണ്ട് ഉള്ളൂ. ക്ലിയർ? ഇപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യണം, എന്നാൽ എന്തുണ്ടാവുള്ളൂ? സൗണ്ട്. ഇപ്പോൾ ഡ്രം ആണെങ്കിൽ നമ്മൾ അടിക്കണം. ഇതാണെങ്കിലോ ക്ലാരിനെറ്റ് ആണെങ്കിൽ നമ്മൾ ഊതണം അല്ലേ. അതുപോലെ തന്നെ ഓടക്കുഴലിൽ നമ്മൾ എന്ത് ചെയ്യണം? ഊതണം. സോ ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ്, വൈബ്രേഷൻ മൂലം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സസ് ഓഫ് സൗണ്ട്സ്. ശബ്ദത്തിന്റെ സ്രോതസ്, ശബ്ദ സ്രോതസ്സുകൾ. ക്ലിയർ? സോ ദ സെക്കൻഡ് ടോപ്പിക് ഈസ് സോഴ്സസ് ഓഫ് സൗണ്ട്. എന്താണ് ഈ സോഴ്സസ് ഓഫ് സൗണ്ട് എന്നുള്ളതാണ്? വൈബ്രേഷൻ ഓഫ് സ്ട്രിങ്, വലിച്ചു കെട്ടിയ കമ്പി. ഫോർ എക്സാമ്പിൾ ഗിറ്റാർ. ഈ ഗിറ്റാർ നോക്കും. ഈ ഗിറ്റാറിന്റെ ഈ കമ്പി നമ്മളിങ്ങനെ കമ്പനം ചെയ്യുമ്പോഴാണ്, സ്ട്രിങ്സ് ഉണ്ടോ, കമ്പനം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സൗണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഗിറ്റാർ. നമ്മളിങ്ങനെ കമ്പി ഇങ്ങനെ എന്ത് ചെയ്യണം? കമ്പനം ചെയ്യണം. സോ വൈബ്രേഷൻ ഓഫ്
സ്ട്രിങ്ങുകൾ വൈബ്രേറ്റ് ചെയ്യുന്ന മൂലം എന്തുണ്ടാവും? സൗണ്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ വയലിൻ. നമ്മളിത് വെച്ച് ഇങ്ങനെ എന്താണ് വരയ്ക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. അനദർ എക്സാമ്പിൾ വീണ. നമ്മുടെ ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതാണ് വീണ അല്ലേ? ആ വീണ ഇതുപോലെ കമ്പികൾ കമ്പനി ചെയ്യുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക. അനദർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഓഫ് സ്ട്രൈക്കിംഗ്. നമ്മളിപ്പോൾ ഈ ഡ്രം ഇതിനെ അടിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? സൗണ്ട് ഉണ്ടാവുക, ഡ്രംസ്. പിന്നുള്ളത് തബല. ഇത് നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്യണം, ഇവിടെ നമ്മൾ ഇങ്ങനെ തട്ടുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക. കണ്ടോ? അതുപോലെ മൃദംഗം. ഇതൊക്കെ എന്താണ്? നമ്മളിങ്ങനെ കൈകൊണ്ട് തട്ടുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക. ദ തേർഡ് ടൈപ്പ് ഈസ് വൈബ്രേഷൻ ബൈ ബ്ലോയിങ് ഓഫ് എയർ. ഊതുമ്പോൾ എയർ മൂലം, ഓടക്കുഴൽ, ഫ്ലൂട്ട്. അതുപോലെ തന്നെ ക്ലാർനെറ്റ്. ഇതൊക്കെ എന്താണ്? നമ്മൾ എയർ ഉപയോഗിച്ചിട്ടാണ്, എയറിന്റെ കമ്പനം മൂലമാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ വാട്ട് ആർ സോഴ്സസ് ഓഫ് സൗണ്ട്? ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന എല്ലാവരെയും നമ്മൾ സോഴ്സസ് എന്ന് വിളിക്കും. സോ ഡിവൈസസ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട്സ് ആർ കോൾഡ് സോഴ്സസ് ഓഫ് സൗണ്ട്. ശബ്ദമുണ്ടാക്കുന്ന എല്ലാ ഡിവൈസസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? സോഴ്സസ് ഓഫ് സൗണ്ട് എന്ന് വിളിക്കുന്നു, ശബ്ദ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? സൗണ്ട് ഉണ്ടാവുന്നത് വൈബ്രേഷൻ മൂലമാണ്. സൗണ്ട് ഒരു എനർജി രൂപമാണ്. ഒപ്പം തന്നെ എന്താണ്? ആരാണോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദേ ആർ നോൺ ആസ് സോഴ്സസ് ഓഫ് സൗണ്ട്. ക്ലിയർ? സോ വാട്ട് യു ലേൺ? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്. വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാകുന്നു. വൈബ്രേഷൻ മീൻസ് റാപ്പിഡ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ഒബ്ജക്ട്. വസ്തുക്കൾ മുന്നിലേക്കും പിന്നിലേക്കും എന്താണ് ചലിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന്. ആൻഡ് ഡിവൈസസ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട്സ് ആർ കോൾഡ് സോഴ്സസ് ഓഫ് സൗണ്ട്. സൗണ്ട് ഉണ്ടാക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സസ് ഓഫ് സൗണ്ട്. The question is, how do we hear sound? നമ്മൾ എങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത്? How is sound transmitted? To answer these questions, please visit Sounds Part 2.